ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലണ്ടൻ കാരമൽ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഇത്. ഉണ്ടാക്കാൻ കുറച്ച് അധികം സ്റ്റെപ്പ് തന്നെ ഇതിനുണ്ട്, ബട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഈസ് സോ ഗുഡ്. ഓരോ ബൈറ്റ്സിലും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ലണ്ടൻ വരെ പോകണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറും ഷുഗറും കൂടി മിക്സായി വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ആൻഡ് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ടത്. ഇനി നല്ലോണം തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു ക്ലീൻ റാപ്പ് വെച്ച് ഇതൊന്ന് അടിച്ചു കൊടുക്കണേ. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 1.5 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മിൽക്ക് കോമ്പൗണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടി ആഡ് ആക്കുന്നുണ്ട്. ഇനി ഒരു 3/4 കപ്പ് ചൂട് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി സ്പൂണോ വിസ്കോ വെച്ച് നല്ലപോലെ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണേ. ചോക്ലേറ്റ് മെൽറ്റായതിനു ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണേ. ഇനി ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാറുണ്ട്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഒന്ന് അരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. നല്ല ക്ലീൻ ആയിട്ടുള്ള വേറൊരു ബൗൾ എടുക്കുക. അതിലേക്കൊരു 3 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി എഗ്ഗിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് മാറ്റാനായിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത്, പാലിന് പകരം ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണേ, ഓവർ മിക്സ് ആവരുത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കോഫീൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കോഫി പൊടി ചൂടുവെള്ളത്തിൽ കലക്കി അതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ ബാറ്റർ ഉണ്ടാവുക. ഇനി ബേക്കുന്ന പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇറക്കി വെച്ച് ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഓവൺ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കണേ. ഈ ഒരു ടൈമിൽ നമ്മൾ തണുക്കാൻ വെച്ച കാരമൽ സോസ് എടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരും. ഈ ലൈറ്റ് കളറാട്ടോ നമുക്ക് കറക്റ്റ് വേണ്ടത്. ബീറ്റർ ഓഫ് ചെയ്ത് നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. കേക്ക് ഇവിടെ ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റാക്കാം. അത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് കാരമൽ സോസ് ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്കാക്കി ഇതുപോലെ ആട്ടോ ചെയ്ത് കൊടുത്തത്. ഞാനിതിൻ്റെ അറ്റം കട്ട് ചെയ്തത് ചെറുതായി പോയി, അപ്പോൾ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണേ. അതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണേ. മാക്സിമം വേഗം ചെയ്യാൻ നോക്കണം കേട്ടോ, കാരണം കാരമൽ സോസ് കുറച്ച് കഴിയുമ്പോൾ തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ വേഗം ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഞാൻ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്. അത്രയും മെൽറ്റായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം സ്പീഡാക്കിയിട്ടാണ് ഇതൊന്ന് ചെയ്തെടുത്തത്. പിന്നെ ലാസ്റ്റ് ലെയർ കേക്ക് വെക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗനാഷ് വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ പൈപ്പിംഗ് ബാഗ് പൊട്ടിപ്പോയി. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഞാനൊന്ന് ചെയ്തെടുത്തതാട്ടോ ഈ ഒരു രൂപത്തിലേക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷ് കുറച്ചും കൂടി തിക്കായിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നി. ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഇനി ഇത് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കണം കേട്ടോ. പിന്നെ കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കുറച്ചും കൂടി കാരമൽ സോസും കൂടി ഇടയിൽ വെക്കണമായിരുന്നു. അതിൻ്റെ ലെയർ കറക്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്.